ഹായ് ഓൾ. നമ്മളെല്ലാവരും യൂട്യൂബ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. ഇതിപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാൻ യൂട്യൂബിൻ്റെ മാത്രം ഫോളോ അപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു ഫയലാണിത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ യൂട്യൂബ്, ട്യൂബ് ബഡി, യൂട്യൂബ് സ്റ്റുഡിയോ, ഈ 3 ആപ്ലിക്കേഷൻസ് കാണാം. ഞാൻ ഇന്ന് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ഈ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന ആപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ തന്നെയായ ജസ്റ്റ് ഈ തിങ്സിൽ എനിക്കിപ്പം മൊത്തത്തിൽ 1116 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം, കൃത്യമായി എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, ഏതൊക്കെ സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ അതിനൊരു റീച്ച് കിട്ടും എന്നുള്ള ഒരു സ്റ്റഡി നമുക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 28 ദിവസത്തിൽ എൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് 40.4K ആണ്. വാച്ച് ടൈം എന്ന് പറയുന്നത് 252 ഹവേഴ്സാണ് വരുന്നത്. ഇത് മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു ചാനലല്ല, പക്ഷേ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയ 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഓൾറെഡി റീച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെക്കൂടെ വേണ്ടത്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഏൺസ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്ന, റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മോണിറ്റൈസേഷന് വേണ്ട റിക്വയർമെൻറ്റ്സിൻ്റെ ഫുൾഫിൽമെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു നമ്മുടെ അച്ചീവ്മെൻറ്റിന് നമ്മൾ പിൻകടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ആകെക്കൂടെ ഉള്ളത് ഇതിൽ 3000, ഇപ്പോൾ ഇതിൽ കണ്ട എലിജിബിലിറ്റി എന്ന് എഴുതിയിരിക്കുന്നുണ്ട, അതിൽ ജാനുവരി 4 വരെയുള്ള ഡേറ്റാസ് ആണ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ അനലൈസ് ചെയ്തിട്ട് കാണിക്കുന്നത്. ഇന്നിപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേറ്റ് ജാനുവരി 10 അതായത് 6 ദിവസം മുമ്പ് വരെയുള്ള ഡേറ്റാസാണ് നമുക്ക് കൃത്യമായി ഇവിടെ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം എനിക്കിനിയും മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 3000 വാച്ചിങ് ഹവേഴ്സ്, ആക്ച്വലി 3000 അല്ല, നമുക്ക് ശരിക്കും 4000 വാച്ചിങ് ഹവേഴ്സാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് ഷോർട്സ് 90 ഡേയ്സിനകത്ത് 10 മില്യൺ കവർ ചെയ്യണം. വൺ ഓഫ് ദിസ് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്കിത് മോണിറ്റൈസ്ഡ് ആക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന ഡാഷ്ബോർഡിലേക്ക് പോകാം. അപ്പോൾ ഡാഷ്ബോർഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പബ്ലിഷ്ഡ് കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, എത്ര ലൈക്ക് വന്നിട്ടുണ്ട്, എത്ര കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കിപ്പം ഇതിനകത്ത് അതിപ്പോൾ അത്ര റീച്ച് പോയിട്ടുള്ളൊരു സാധനമല്ല, പക്ഷേ റീച്ച് പോയ അതിന് താഴെ കിടക്കുന്നൊരു വീഡിയോ നിങ്ങളുണ്ടോ, ഈ പുഷ്പ വാസ് മൈ വൈഫ്, അതിൽ നമുക്കിപ്പം 2.5K വ്യൂസ്, 40 ലൈക്സ്, 2 കമൻറ്റ്സ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വന്നേക്കുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പം നമുക്ക് വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ പബ്ലിക്കാണ്. അപ്പം പബ്ലിക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്ട്രിക്ഷൻ നൺ എന്ന് കാണിക്കുന്നുണ്ട്, അതായത് പലപ്പോഴും നമുക്ക് കോപ്പി റൈറ്റ്സ്, മ്യൂസിക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസിൽ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പമാർഗ്ഗമാണ് ഈ റെസ്ട്രിക്ഷൻസിനകത്ത് ഇങ്ങനെ നൺ എന്ന് കാണുകയാണെങ്കിൽ നമുക്കൊരു റെസ്ട്രിക്ഷനും ഇല്ല എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനലിൽ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കിൽ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ അവിടെ കൃത്യമായി തന്നെ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ ക്വാളിറ്റി, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി ആയിരിക്കും കൂടുതലും നമ്മുടെ ഓഡിയൻസിനെ നമ്മളിലേക്ക് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഞാൻ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ ക്വാളിറ്റി HD ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. SD-യിലും കൺവേർട്ട് ചെയ്തവർക്ക് യൂസ് ചെയ്യാം, അതായത് 1080. പിന്നെ ഇനി വീഡിയോ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 10 ഔട്ട് ഓഫ് 2 എന്ന് കാണിക്കുന്നുണ്ട്. എന്താണ് ഈ 10 ഔട്ട് ഓഫ് 2 എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ അതിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നതാണ് 2.5K. അതിൽ ഫസ്റ്റിൽ കിടക്കുന്നത്, ഞാൻ ക്രിസ്മസ് കരോളിന് എൻ്റെ വീട്ടിൽ കരോളിന് വന്നിട്ടുണ്ടായിരുന്ന പിള്ളേരുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് 13.2K. ഇത് 11 ദിവസത്തെ മാത്രം ഒരു വ്യൂ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 25Kക്ക് മേളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ തന്നെ വീഡിയോസിലെ വെച്ചിട്ട് റാങ്ക് ചെയ്യുന്നതാണ് ഈ റാങ്കിങ് ബൈ വ്യൂ എന്ന സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും അടുത്തത് വ്യൂസ്. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ, ടോട്ടൽ എനിക്ക് 25K ആണ്, 25 അല്ല സോറി 2.5K ആണ് എനിക്ക് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്, അതാണ് കാണിക്കുന്നത്.
പിന്നെ ആവറേജ് പെർസെൻറ്റേജ് വ്യൂഡ് 90% എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഓവർവ്യൂ കാണാൻ പറ്റും, ഈ വീഡിയോയുടെ ഡീറ്റെയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2.5K നമുക്ക് വ്യൂസ് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിന്നും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടെ കൃത്യമായി കാണിക്കുന്നത്, സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടില്ല. ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിവിടെ അറിയാൻ പറ്റും. അതിപ്പം കൃത്യമായിട്ട് നിങ്ങൾക്കത് അറിയണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയുടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മളിതാ ഈ കണ്ടൻസിൽ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റീച്ച് വന്നിട്ടുള്ളൊരു വീഡിയോയുടെ നമുക്ക് ചെക്ക് ചെയ്യാമെങ്കിൽ അതിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ വ്യൂസും ഡീറ്റെയിൽസുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് കരോളിൻ്റെ തന്നെ വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിൽ വ്യൂ പെർസെൻറ്റേജ് വ്യൂഡ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ എനിക്ക് ഇൻ ടോട്ടൽ 27.5K വ്യൂസ് കാണിക്കുന്നുണ്ട്. 43 സബ്സ്ക്രൈബേഴ്സാണ് ഈ കരോൾ വീഡിയോയിൽ നിന്ന് മാത്രം എനിക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറഞ്ഞ സാധനം, അതായത് എൻ്റെ ഈ കരോൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത് ഏതാണ്ട് 0.29 സെക്കൻഡ്സ് ആണ്. അതിൽ 0.16 സെക്കൻഡ്സ് ആണ് മോസ്റ്റ് ഇപ്പോൾ ഈ പറയുന്ന 27K ആൾക്കാർ കണ്ടിട്ടുള്ള ഈ വീഡിയോയുടെ മാക്സിമം വാച്ചിങ് അവർ എന്ന് പറയുന്നത് 0.16 സെക്കൻഡ്സ് ആണ് കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുള്ളത്. പലരും മൊത്തം കണ്ടിട്ടുണ്ടാകും, ചിലർ ഇത്രയും സെക്കൻഡ്സേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടും നമുക്കറിയാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഈ 0.29 സെക്കൻഡിൽ കൃത്യമായിട്ടും നമുക്ക് ഏതൊരു റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളതെന്നും നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ ഷോർട്സിൻ്റെ ഒരു റീച്ച് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് കൃത്യമായി തന്നെ ഇവിടെ പറയുന്നത്, ഷോർട്സ് ഫീഡിൽ, അതായത് യൂട്യൂബ് തന്നെ നമുക്ക് ഇതിൻ്റെ ഫീഡ് കൊടുത്തിട്ട് 1.6K ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട്. യൂട്യൂബ് സെർച്ചിലൂടെ വന്നിട്ടുള്ളത് 25 ആൾക്കാരാണ്. ചാനൽ പേജ് നമ്മുടെ ഫോളോവേഴ്സ് വന്നിട്ടുള്ളത് 7 പേരാണ്. എക്സ്റ്റേണലിൽ നിന്ന് കണ്ടിട്ടുള്ളവർ 7 പേരാണ്. ഹാഷ്ടാഗ്സ് നമ്മളിപ്പം യൂട്യൂബിനകത്തൊരു വീഡിയോ ആഡ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഹാഷ്ടാഗ് ആഡ് ചെയ്യുമല്ലോ, അങ്ങനെ ഹാഷ്ടാഗ് ആഡ് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് 6 പേര് ഇത് കണ്ടിട്ടുണ്ട്. അതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഇതിൻ്റെ ഒരു റീച്ച് ഓവർവ്യൂ കഴിഞ്ഞു, നമ്മളിനി റീച്ചാണ് നോക്കുന്നത്. റീച്ചിൽ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോ ഫീഡ്, അതാണ് നമ്മൾ കൃത്യമായ ഇടവേളകൾ, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ നമ്മളൊരു ഈവനിങ് ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്, അത് ഈവനിങ് ടൈം എന്ന് പറയുമ്പം ഒരു 5:30ക്ക് ശേഷം നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിനൊരു കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബേസിൽ നമുക്കൊരു റീച്ച് മിനിമം 1000+ വ്യൂസ് വരുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതും ഞാൻ ആ കണക്കിന് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോ അപ്പം അതിൽ മറ്റും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആദ്യത്തെ ഒരു 50 പേര് മൊത്തം കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് അതിൻ്റെ ഫീഡ് ഒരുപാട് കൂട്ടും. അപ്പം ഈ വീഡിയോയ്ക്ക് സംഭവിച്ചിരിക്കുന്നതാണ്, എൻ്റെ കൃത്യമായി തന്നെ ആദ്യം കണ്ടിട്ടുള്ള 50 പേര് കൃത്യമായി അത് ഒരു മൊത്തം കണ്ടിട്ടുള്ളതുകൊണ്ടാണ് യൂട്യൂബ് തുടർന്നും മറ്റുള്ളവർക്ക് ഫീഡ്സിലേക്ക് ഈ വീഡിയോ കൊടുക്കുന്നത്. അപ്പോൾ ഈ കണ്ടൻറ്റ് വാച്ചബിൾ ആണ് അല്ലെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടെന്ന് ഉള്ള അനലൈസേഷനാണ് വരുന്നത്. മനസ്സിലായില്ലേ? ഇനിയും അടുത്ത വ്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്, 27.4K ആണ്. ഇനി നമുക്ക് ഈ വീഡിയോ ഫീഡിൽ കൊടുത്തപ്പം എത്ര പേര് ഇത് കാണാൻ വേണ്ടി താല്പര്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഹൗ മെനി ചോസ് ടു വ്യൂ എന്നുള്ളത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഈ ഫീഡ് യൂട്യൂബ് 45.5K കൊടുത്തപ്പം അതിൽ 60% ആൾക്കാരും കാണാൻ താല്പര്യം കാണിച്ചവരാണ്. 39 പേര് സ്വൈപ്പ് ചെയ്തു. അങ്ങനെയാണല്ലോ നമ്മൾ ചില റീൽസ് തുടങ്ങുമ്പോഴേ സ്വൈപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് കൃത്യമായി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഒരു ഡേറ്റാസ് വെച്ചിട്ട് എങ്ങനെ ഒരു കണ്ടൻറ്റ് ഇട്ടാൽ എങ്ങനെ റീച്ച് വരും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ച വിഷയങ്ങളാണ്. പിന്നെ നമ്മൾ എക്സ്റ്റേണൽ ആപ്സ്, ഞാനിപ്പോൾ ഈ വാട്സപ്പിൽ എനിക്കൊരു യൂട്യൂബിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊരു ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വന്നിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സെർച്ച് ടൈംസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഹാഷ്ടാഗ്സ് ആഡ് ചെയ്യുമ്പം അതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത്. നമ്മൾ ഇപ്പം യൂട്യൂബിലായാലും വന്നിട്ട് ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹാഷ്ടാഗ് അതിലുള്ളതുകൊണ്ട് ഈ വീഡിയോയുടെ സജഷൻ അവർക്ക് ചെല്ലും. അപ്പം ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇത് ഇപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സെർച്ച് ടൈംസിലൊക്കെ തന്നെ വരുന്ന
മറ്റുള്ളവരുടെ കണ്ടൻസാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. അതായത് എൻ്റെ അതേ ക്രൈറ്റീരിയ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള വ്യൂസിൻ്റെ ഒരു പെർസെൻറ്റേജാണ് ഇവിടെ കാണുന്നത്. ഇനി ഈ വീഡിയോയുടെ ഒരു എൻഗേജ്മെൻറ്റ് നമുക്ക് കാണാം. അതായത് മൊത്തത്തിൽ ഈ 27K 0.29 സെക്കൻഡ്സ് മാത്രമുള്ള വീഡിയോ 27,000 പേര് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് 127 വാച്ചിങ് ഹവേഴ്സ് കിട്ടി. അപ്പം ആ വീഡിയോയുടെ ലെങ്ത്ത്, ഷോർട്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വെറും 0.29 സെക്കൻഡ്സ് മാത്രമാണ് എന്നുള്ളതും കൂടെ കണക്കിലെടുക്കുമ്പോഴാണ് ഈ 127 മണിക്കൂർ. മനസ്സിലായില്ലേ? അതിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള വാച്ച് ടൈം, ഇതെല്ലാം അതിനകത്ത് വരുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഒരു തംബ്നെയിലിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ കാണാം. ഞാൻ അതിനകത്ത് ആ കരോൾ ഗാനത്തിൽ ഞാൻ ഇട്ടുന്ന 2024 ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് ട്രീയൊക്കെ വെച്ചിട്ട് #. അപ്പോൾ ആ തംബ്നെയിൽ ആ ഒരു കറൻറ്റ് സിറ്റുവേഷൻ, ക്രിസ്മസിൻ്റെ ഒരു സിറ്റുവേഷനിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിനൊരു റീച്ച് കൂട്ടാനുണ്ടായിരുന്ന ചാൻസ് 90% ചാൻസ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയും നമുക്ക് ഈ നമ്മുടെ വീഡിയോയുടെ ഓഡിയൻസിനെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടാർഗറ്റഡ് ഓഡിയൻസിന് പറ്റിയ വീഡിയോസ് നമുക്കിതിൽ നിന്നും ചെയ്യാൻ പറ്റും. ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും കണ്ട് മനസ്സിലാക്കി കണ്ടോളൂ എത്രത്തോളം ഡീറ്റെയിൽസാണ് നമുക്ക് യൂട്യൂബ് തന്നെ നമുക്ക് തരുന്നത് നോക്കൂ. നമുക്ക് സെൽഫായിട്ട് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും നമുക്ക് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ്, ഇപ്പം നമ്മുടെ ഈ ക്രിസ്മസ് കരോളിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ഏജ് ഗ്രൂപ്പിനെ നോക്കുകയാണെങ്കിൽ 13-17 വയസ്സിനിടയ്ക്ക് 1.8% ആൾക്കാർ കണ്ടിട്ടുണ്ട്. 18-24 ഇടയ്ക്ക് 13% ആൾക്കാർ കണ്ടിട്ടുണ്ട്. 25-34 ഇടയ്ക്ക് 30%, 35-44 ഇടയ്ക്ക് 41%. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിനെ ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഒരു കണ്ടൻറ്റ് ചെയ്യുമ്പം ടാർഗറ്റ് ചെയ്യേണ്ട ഓഡിയൻസ് എപ്പോഴും ഒരു 25-44 ഇടയ്ക്കുള്ള ഓഡിയൻസിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത്. അത് കൃത്യമായി യൂട്യൂബ്, ഞാൻ പല വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബ് എനിക്ക് കൃത്യമായിട്ടും പറഞ്ഞു തരുന്നുണ്ട്, ഇതാണ് എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ്, അവർക്ക് വേണ്ട കണ്ടൻസ് ചെയ്താൽ എൻ്റെ ചാനലിന് കൂടുതൽ റീച്ച് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ടും യൂട്യൂബ് അതിൻ്റെ ഡീറ്റെയിലിംഗ് നിർത്തുന്നില്ല. അതിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടും പറയുന്നുണ്ട്, മെയിലാണോ ഫീമെയിലാണോ കൂടുതൽ കാണുന്നത്. എന്നെ സംബന്ധിച്ചോളം ഫീമെയിൽസാണ് എൻ്റെ ചാനൽ കൂടുതലും വാച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏത് രാജ്യത്തിലാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ റീച്ച് ഉള്ളത്. ഇപ്പോൾ എനിക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഉള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവർ ഒരുപാട് പേരുണ്ട്. അത് കഴിഞ്ഞാൽ ബംഗാളും അതിനുശേഷം നേപ്പാളുമാണ് കൂടുതലും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുള്ളത്. ഇതിൽ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതാണ് നമ്മുടെ ചാനലിൽ പകുതിയിലധികം ആൾക്കാരും. അത് മിക്കവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കും. സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് കാണുന്നത് 0.3% ആൾക്കാർ മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത്. അല്ലാത്തുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ 99.7% സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഓഡിയൻസാണ് ഉള്ളത്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഒരു വലിയൊരു ഇനിഷ്യൽ സ്റ്റേജിൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിക്കാൻ ശ്രമിക്കുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള അനലൈസുകൾ വെച്ചിട്ട് നിങ്ങളുടെ വീഡിയോസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിതൊരു ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ തുടർന്നും ഞാൻ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് നിന്നും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇൻക്രീസ് ചെയ്യാം, എങ്ങനെ നമ്മുടെ ചാനലൊന്ന് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാം എന്നുള്ളതും ഒക്കെ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ്സ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് മൊത്തം വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ. താങ്ക് യു. ബൈ.